ഇതാണ് TP-Linkന്റെ ER605 എന്നുള്ള മൾട്ടിവാൻ റൗട്ടർ. മൊത്തം 5 RJ45 പോർട്ടുകളും ഒരു USB പോർട്ടാണ് ഉള്ളത്. അതിനകത്ത് പോർട്ട് 1 മാത്രമാണ് പ്രൈമറി വാനായിട്ട് ഡിഫോൾട്ടായിട്ട് കോൺഫിഗർ ആയിരിക്കുന്നത്. ബാക്കി 2ഉം 3ഉം നമുക്ക് വാനും ലാനുമായിട്ട് കോൺഫിഗർ ചെയ്യുക. ഡിഫോൾട്ടായിട്ട് ലാൻ ആയിരിക്കും. 4ഉം 5ഉം എക്സ്ക്ലൂസീവ്ലി ലാനാണ്. കോൺഫിഗറേഷൻ അഡ്രസ്സ് 192.168.0.1 ആണ്. ഡോങ്കിൾ പോയിന്റ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വയേർഡ് കണക്ടിവിറ്റി ഇല്ലാത്തപ്പോൾ സിം ഡോങ്കിൾ ഇതിനകത്ത് കണക്ട് ചെയ്ത് വാൻ കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഈ കൗണ്ടിങ് സെൻറ്ററിൽ നമുക്ക് 2 കണക്ടിവിറ്റിയാണുള്ളത്. പ്രൈമറി കണക്ടിവിറ്റി BSNL, സെക്കൻഡറി കണക്ടിവിറ്റി റെയിൽനെറ്റ്. അപ്പോൾ പ്രൈമറി കണക്ടിവിറ്റിയായ BSNLന്റെ ONUന്ന് പോർട്ട് 5ന്ന് ഒരു Cat6 എടുത്തിട്ട് എൻ്റെ ലാപ്പിൽ കോൺഫിഗറിനായി ഒരു ബ്രൗസർ എടുത്തിട്ട് റൗട്ടറിൻ്റെ ഡിഫോൾട്ട് അഡ്രസ്സ് 192.168.0.1 അടിക്കുക. പുതിയ റൗട്ടർ ആയതുകൊണ്ട് യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്ത് വീണ്ടും ലോഗിൻ ചെയ്യേണ്ടി വരും. യൂസർ നെയിം ഇപ്പോൾ കൊടുക്കുന്നത് അഡ്മിൻ ആയിരിക്കും. അഡ്മിൻ, പാസ്വേഡ് admin@123 കോമൺ. പുതിയ റൗട്ടർ ആയതുകൊണ്ടാണ് ഇങ്ങനെ യൂസർ നെയിം പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. admin@123 കൺഫേം ചെയ്ത് വീണ്ടും ലോഗിൻ പേജിലേക്ക് പോകും. വീണ്ടും യൂസർ നെയിം അഡ്മിൻ, പാസ്വേഡ് admin@123 ലോഗിനായി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ വാൻ പോർട്ടുകൾ സെലക്ട് ചെയ്യലാണ്. അതിനുവേണ്ടി നെറ്റ്വർക്ക് ടാബിൽ ക്ലിക്ക് ചെയ്ത് വാൻ എടുത്തിട്ട് അതിനകത്ത് വാൻ മോഡിൽ ഇപ്പോൾ ആ പിങ്കുള്ള പ്രൈമറി വാൻ മാത്രമുള്ള വാനുള്ളൂ. അപ്പോൾ വാൻ ബാർ ലാൻ 1ലും ക്ലിക്ക് ചെയ്ത് ആ സെക്കൻഡ് പോർട്ടും കൂടിയും വാനാക്കി മാറ്റണം. ക്ലിക്ക് ചെയ്തപ്പോൾ വാനായിട്ട് കളർ മാറി, വാനായി. ഇനി ഇത് സേവ് ചെയ്യുമ്പോൾ റീസ്റ്റാർട്ട് ആവും. ഒരു 5 മിനിറ്റോളം എടുക്കും റീസ്റ്റാർട്ട് ചെയ്ത് വരാൻ. വീണ്ടും ലോഗിൻ ചെയ്ത് വാൻ പോർട്ട് ഇപ്പോൾ കോൺഫിഗർ ചെയ്ത വാൻ പോർട്ടിൽ വാൻ IP അടിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നെറ്റ്വർക്ക് ടാബിൽ വാൻ ക്ലിക്ക് ചെയ്ത് കണക്ഷൻ ടൈപ്പ് സ്റ്റാറ്റിക് IP. ഇതെന്ന് വെച്ചാൽ നമ്മുടെ BSNLന്റെ പ്രൈമറി കണക്ഷനാണ്. അവർ തന്നേക്കണം, BSNLക്കാർ തന്നേക്കണ IP അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. 192.160.153.33 248 സബ്നെറ്റ്. ഗേറ്റ് വേ അവർ തന്നേക്കണത് 34 ആണ്. DNSഉം BSNL എന്ന് 8.8.8 സെക്കൻഡറി 8.8.44 സേവ് അടിക്കുക. ഇനി സെക്കൻഡ് പോർട്ടിൽ റെയിൽനെറ്റിൻ്റെ IP കോൺഫിഗർ ചെയ്യണം. പക്ഷേ റെയിൽനെറ്റ് ഇതുവരെ ഓക്കെ ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ലോഡ് ബാലൻസിങ്ങിൻ്റെ റൂള് കോൺഫിഗർ ചെയ്യാൻ പോവുകയാണ്. നെറ്റ്വർക്ക് ടാബിൻ്റെ താഴെയുള്ള ട്രാൻസ്മിഷൻ ടാബിൽ ലോഡ് ബാലൻസിങ് അത് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ബേസിക് സെറ്റിങ്ങിൽ ഇനേബിൾ ലോഡ് ബാലൻസിങ് ഓക്കെ ടിക്കല്ലെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ താഴെ ഇനേബിൾ ആപ്ലിക്കേഷൻ ഒപ്റ്റിമൈസർ റൂട്ടിങ് അതും ടിക്കല്ലെന്ന് ചെക്ക് ചെയ്ത് ലിങ്ക് ബാക്കപ്പ് എടുക്കണം. ലിങ്ക് ബാക്കപ്പിലാണ് റൂള് കൊടുക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ റൂളൊന്നുമില്ല. ആഡ് റൂൾ കൊടുക്കുക. പ്രൈമറി വാനായിട്ട് വാൻ 1 പോർട്ട് സെലക്ട് ചെയ്യുക. ബാക്കപ്പ് വാനായിട്ട് വാൻ ബാർ ലാൻ 1 എന്നുള്ളത് സെലക്ട് ചെയ്യുക. മോഡാണ് ലോഡ് ബാലൻസിങ്ങിൻ്റെ റൂള്. അതിനകത്ത് ഫെയിൽ ഓവർ ഇനേബിൾ ബാക്കപ്പ് ലിങ്ക് വെൻ എനി പ്രൈമറി വാൻ ഫെയിൽ എന്നുള്ള സെലക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വാനിലുള്ള BSNL കട്ടാവുകയാണെങ്കിൽ വാൻ ബാർ ലാൻ 1ലുള്ള റെയിൽനെറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് റൗട്ട് ചെയ്തോളും. അതാണ് റൂള്. ഓക്കെ അടിച്ചു കൊടുക്കുക. റെയിൽടെൽ അപ്പായിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് വാനായിട്ട് റെയിൽടെൽ കോൺഫിഗർ ചെയ്യണം. നെറ്റ്വർക്ക് ടാബിൽ വാൻ, അതിനകത്ത് വാൻ ബാർ ലാൻ 1 സെലക്ട് ചെയ്യുക.
റെയിൽടെല്ലും സ്റ്റാറ്റിക് IP ആണ് നമുക്ക് തന്നേക്കണത്. അപ്പോൾ കണക്ഷൻ ടൈപ്പ് സ്റ്റാറ്റിക് സെലക്ട് ചെയ്യണം. IP അഡ്രസ്സ് തന്നേക്കണത് ഇതാണ് 36.255.12.50. സബ്നെറ്റ് മാസ്ക് 248 തന്നെയാണ്. 255 ഗേറ്റ് വേ 49 36.255.12.49. ഇനി പ്രൈമറി DNS തന്നേക്കണത് 8.8.8.8 ആണ്. സെക്കൻഡറി തന്നിട്ടുണ്ട്, ഇത്ര ഡിഫറെൻ്റ് ആണ്. 203.153.41.28. ഇതടിച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കോൺഫിഗറേഷൻ ഫുൾ കംപ്ലീറ്റ് ആയി. ഇനി പിങ് അടിച്ച് ചെക്ക് ചെയ്താൽ മാത്രം മതി. BSNL കട്ടാവുമ്പോൾ റെയിൽടെൽ റൗട്ട് ചെയ്യണ്ടോയെന്ന് അറിയാൻ വേണ്ടി മാത്രം. കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. എന്നിട്ട് അതിനകത്ത് പിങ് ടെസ്റ്റിൻ്റെ കമാൻഡ് പിങ് സ്പേസ് ഏതെങ്കിലും ഒരു IP DNS 8.8.8.8 സ്പേസ് -T അടിച്ചാൽ അതിനകത്തേക്ക് കണ്ടിന്യൂസ് പിങ് നോക്കോളും. ഇനി പ്രൈമറി BSNLൻ്റെ Cat 6 ഊരി മാറ്റാൻ പോയാട്ടാ ഊരി. അപ്പോൾ ഇത് പിങ് കട്ടായി. ഇനി ഓട്ടോമാറ്റിക്കായിട്ട് റെയിൽനെറ്റ് എടുക്കണം. റെയിൽനെറ്റിൽ നിന്ന് പിങ് കാണിക്കണം. 1 2 3 4 5 സെക്കൻഡിലുള്ള റെയിൽനെറ്റ് എടുത്ത് ഇനി BSNL തിരിച്ചു കുത്താൻ പോകണം. തിരിച്ചു കുത്തി. അപ്പോൾ ഇത് റെയിൽനെറ്റ് കട്ടായി. 1 2 3 4 5 6 7 സെക്കൻഡിനുള്ളിൽ വീണ്ടും BSNL നിന്ന് റൗട്ട് ചെയ്ത് തുടങ്ങി.